ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 846 കായിക താരങ്ങൾക്ക് സർക്കാർ സർവീസിൽ ജോലി നൽകിയെന്നും 240 പേർക്ക് കൂടി ഉടൻ നിയമനം നൽകുമെന്നും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ഓരോ പഞ്ചായത്തിലും കായിക പരിശീലകരെ നിയമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ചെറുവാടി ഗ്രൗണ്ടിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക മേഖലയ്ക്ക് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും രാജ്യത്ത് ആദ്യമായി ഒരു കായിക നയം നടപ്പാക്കിയത് കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. ജോലി നൽകിയതിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മുന്നിലാണ്. കൂടുതൽ പേർക്ക് ഉടൻ ജോലി നൽകുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. മദ്യം, മയക്കുമരുന്ന്, മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്നിവയിൽ നിന്ന് യുവാക്കളെ തിരിച്ചുകൊണ്ടുവരാൻ കായിക കേരളം പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി. ഈ സിന്തറ്റിക് ഡ്രഗിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിനോടൊപ്പം തന്നെ കളിക്കളങ്ങൾ സജീവമാക്കുക, എല്ലാ പഞ്ചായത്തുകളിലും കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ച് കൂടുതൽ കുട്ടികളെ, ചെറുപ്പക്കാരെ കായിക മേഖലയിൽ കൊണ്ടുവരുന്ന ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് നമ്മൾ ഇനിയും തുടങ്ങുന്നത്. കായിക മേഖലയിൽ ഒരു നയം രൂപീകരിച്ചു നമ്മുടെ ഗവൺമെന്റാണ് ഈ കാലഘട്ടത്തിൽ. ഈ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര യൂണിയൻ ഗവൺമെന്റ് കായിക നയം രൂപപ്പെടുത്തുകയും ആ നയം വായിച്ചാൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ നമ്മൾ കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും ക്രോഡീകരിച്ചാണ് ഒരു നയം അവരും അംഗീകരിച്ചു. 1 കോടി രൂപ ചെലവിലാണ് ചെറുവാടിയിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായിരുന്നു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.